പാരതന്ത്ര്യം. മാധവിക്കുട്ടി. മദ്യപാനം നിർത്തിക്കിട്ടുവാനായി ഒരു മാസക്കാലം ഭാര്യയുടെ നിർബന്ധം മൂലം ശ്രീനിവാസൻ ബാംഗ്ലൂരിൽ ചിലവഴിച്ചു. മദ്യത്തിൽ നിന്നും മയക്കുമരുന്നുകളിൽ നിന്നും യുവാക്കളെ മോചിപ്പിക്കുവാൻ അധ്വാനിക്കുന്ന ചില ഭിക്ഷുക്കന്മാർ നടത്തുന്ന ഒരു സ്ഥാപനത്തിലാണ് അയാൾ ചെന്നുപെട്ടത്. ശാന്തപ്രകൃതമുള്ള ഒരു അപരിചിതനായിട്ടാണ് തന്റെ ഭർത്താവ് വീട്ടിലേക്ക് മടങ്ങിയതെന്ന് പ്രേമ സ്നേഹിതമാരോട് പറഞ്ഞു. മദ്യഗന്ധം വായുവിൽ പരത്താതെ, തെറിവാക്കുകൾ ഉപയോഗിക്കാതെ അയാൾ കടന്നു വന്നപ്പോൾ താൻ ആഹ്ലാദിച്ചുവെന്ന് അവൾ അവരെ അറിയിച്ചു. ഒരു സന്യാസിയുടെ ഭാവമായിരുന്നു ശ്രീനിയുടെ മുഖത്ത്. വാസവദത്തയുടെ ഉപഗുപ്തന്റെ ഛായ. പ്രേമ പറഞ്ഞു. മദ്യപാനിയായിരുന്ന കാലത്ത് അയാൾ അവളെ പ്രഹരിക്കുക മാത്രമല്ല, ലാളിക്കുകയും ചെയ്തിരുന്നു. അയാൾ തന്നെ ആശ്ലേഷിക്കുമെന്ന് കരുതി അവൾ വാതിൽക്കലേക്ക് നീങ്ങി. പക്ഷേ ഒരു സന്ദർശകന്റെ ഗാംഭീര്യത്തോടെ അയാൾ ഒരു സോഫയിൽ ഇരുന്നു. വർത്തമാന കടലാസുകൾ ഓരോന്നായി വായിച്ചു. എന്നെ കാണുവാൻ ആരൊക്കെയാണ് വന്നത്? അയാൾ ചോദിച്ചു. ഫിലിം നിർമ്മാതാക്കളെയാണ് അയാൾ ഉദ്ദേശിക്കുന്നതെന്ന് പ്രേമയ്ക്ക് മനസ്സിലായി. എന്നിട്ടും അവൾ പറഞ്ഞു. സൈനുദ്ദീൻ വന്നിരുന്നു. 1 മാസത്തിനകം കടം തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അയാളുടെ മകളുടെ കല്യാണം ഉറപ്പിച്ചു അത്രേ. ശ്രീനിവാസന്റെ മുഖം പെട്ടെന്ന് തുടുത്തു. അയാൾ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. ഇതൊക്കെ ആണുങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ടതാണ്. നിന്നെ ശല്യപ്പെടുത്തിയത് ഒട്ടും ശരിയായില്ല. അയാൾ പിറുപിറുത്തു. അറിഞ്ഞ സ്ഥിതിക്ക് ചോദിക്കുകയാണ്. ശ്രീനി എത്ര രൂപ കടം വാങ്ങി? അവൾ ചോദിച്ചു. നീ അതൊന്നും അറിയണ്ട. ഞാൻ എൻ്റെ സ്നേഹിതന്മാരിൽ നിന്ന് കടമെടുക്കും, അത് മടക്കുകയും ചെയ്യും. അതൊന്നും നിന്റെ ഉത്തരവാദിത്തത്തിൽ പെടില്ല. അയാൾ മുരണ്ടു. വലിയ സംഖ്യയാണോ? അവൾ ചോദിച്ചു. അയാൾ എഴുന്നേറ്റ് നിന്നു. വലിയ സംഖ്യ ആണെങ്കിൽ തന്നെ നീ അത് ചിന്തിച്ച് വിഷമിക്കേണ്ട. ഏതെങ്കിലും ഒരു റോൾ എനിക്ക് ഉടനെ തന്നെ കിട്ടാതിരിക്കില്ല. അഡ്വാൻസ് മേടിച്ച് ഞാൻ കടം തീർക്കുകയും ചെയ്യും. കടം വാങ്ങലൊന്നും ഒരു പുതിയ അനുഭവമല്ല. ആരും വന്നില്ലേ? ഞാൻ ചിലർ പ്രതീക്ഷിച്ചിരുന്നു. അയാൾ പറഞ്ഞു. ആര് വരും? കഴിഞ്ഞ ചിങ്ങത്തിൽ നിങ്ങൾ ഊട്ടിയിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ മുഖ്യ നടിയുടെ ഭർത്താവിനെ അടിച്ചു വീഴ്ത്തി എന്നൊക്കെ സിനിമാ മാസികയിൽ ഞാൻ വായിച്ചു. കുടിച്ച് ലക്ക് തെറ്റി നടത്തുന്ന കാര്യങ്ങൾ വെണ്ടയ്ക്ക വലിപ്പമുള്ള അക്ഷരങ്ങളിലാണ് പത്രക്കാർ അച്ചടിക്കുന്നത്. എന്നോട് പലരും ചോദിച്ചു. ഞാൻ അറിയില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു. സിനിമാ മാസിക? ഏത് സിനിമാ മാസികയാണ് നേര് മാത്രം എഴുതുക? നുണക്കഥകൾ പ്രചരിപ്പിച്ചാൽ അവർക്ക് കൂടുതൽ കോപ്പികൾ വിറ്റഴിക്കാം. ഞാൻ മാനനഷ്ടക്കേസ് കൊടുക്കും. ലക്ഷക്കണക്കിന് രൂപ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങും. അയാൾ അലറി. തന്റെ ഭർത്താവ് മദ്യം കുടിക്കാതെ തന്നെ സിംഹത്തെപ്പോലെ ഗർജിക്കുമെന്ന് മനസ്സിലായത് കൊണ്ടാവാം അവൾ പിന്നീട് മൗനം പാലിച്ചു. അടുക്കളയിൽ പരിപ്പ് വെന്ത് കഴിഞ്ഞിരുന്നു. പച്ചക്കറികൾ അരിയുവാൻ അവൾ കത്തി കയ്യിലെടുത്തു. എവിടെയാ മാസിക? അയാൾ അടുക്കളയിൽ പ്രവേശിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല, അവൾ പറഞ്ഞു. നിനക്കറിയാതെ മാസിക എവിടെ പോവാനാണ്? അയാൾ ശബ്ദം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. ഭാര്യ തല ഉയർത്തിയില്ല. തൊലി കളയാത്ത നേന്ത്രക്കായ കഷ്ണങ്ങൾ ചീനച്ചട്ടി ഇളക്കിക്കൊണ്ട് അവൾ നിന്നു, ആലോചനാമഗ്നയായി. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അയാൾ ക്രോധത്തോടെ ചോദിച്ചു. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അയാൾ ചോദ്യം ആവർത്തിച്ചു. നിങ്ങളുടെ ആരാധികമാരിൽ ആരെങ്കിലും ഒരാൾ എടുത്തുകൊണ്ട് പോയിരിക്കും, പ്രേമ പറഞ്ഞു. ആരാധികമാരോ? ആരെപ്പറ്റിയാണ് നീ സംസാരിക്കുന്നത്? അയാൾ ചോദിച്ചു. ടീച്ചർമാര്, കൂടെ കോളേജിൽ പഠിച്ചവർ, പിന്നെ അവിടെ ഇവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടവർ. എല്ലാവരും അന്വേഷിച്ചു വരാറുണ്ട്, അവൾ പറഞ്ഞു. ആരും വന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ നീ പറഞ്ഞു സൈനുദ്ദീൻ മാത്രം വന്നുവെന്ന്. എന്നെ കാണാൻ വന്ന സ്ത്രീകളെപ്പറ്റി ആദ്യം പറഞ്ഞില്ല, അയാൾ പറഞ്ഞു. നീരസം അയാളുടെ മുഖം വികൃതമാക്കി. അയാളുടെ മുഖത്തിന്റെ സൗമ്യം ക്ഷയിക്കുമ്പോൾ അവൾ കൂടുതൽ സന്തുഷ്ടയായി. കയ്യിന്റെ മുട്ടിൽ ചൊറിയുള്ള ആ ടീച്ചർ വന്നു. വിശേഷ ദിവസങ്ങളിൽ അമ്പലത്തിൽ പോയി നിങ്ങൾക്ക് വേണ്ടി പുഷ്പാഞ്ജലി നടത്തുന്ന ആ കറുമ്പി, അത് വന്നു. ഇവിടെ ഇല്ല എന്ന് കേട്ടപ്പോൾ പ്രസാദവും കൊണ്ട് മടങ്ങി. ആ ടീച്ചർക്ക് ചൊറിയൊന്നുമില്ല. നീ എന്തിനാണ് അവരെ ചൊറിക്കാരിയാക്കിയത്? അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ചൊറി കണ്ടിരിക്കില്ല, നോക്കേണ്ടയിടത്തൊന്നും നിങ്ങൾ നോക്കിയിരിക്കില്ല, അവൾ പിറുപിറുത്തു. ആ സ്ത്രീയോട് നിനക്കെന്താണ് ഇത്ര വിരോധം? പാവം സ്ത്രീ. അതിരാവിലെ അമ്പലത്തിൽ പോവും. പ്രാർത്ഥിക്കുന്നതിനിടയിൽ എന്നെ ഓർമ്മിക്കും. ഉടനെ എനിക്ക് വേണ്ടിയും വഴിപാട് നടത്തും. സ്നേഹശീലയാണ് ആ ടീച്ചർ. എന്തൊരു ശാലീനത! തുമ്പ് കെട്ടിയ മുടിയും സെറ്റുമുണ്ടും ചന്ദനക്കുറിയും ഒക്കെ കണ്ടാൽ തറവാടിയാണെന്ന് ആർക്കും മനസ്സിലാവും, ശ്രീനിവാസൻ പറഞ്ഞു. എല്ലാം ഒരു ജാട. നിങ്ങൾക്കിതൊന്നും മനസ്സിലാവില്ല. ടീച്ചർക്ക് ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടി പുഷ്പാഞ്ജലി നടത്തിക്കൊള്ളട്ടെ. നിങ്ങൾക്ക് വേണ്ടി വഴിപാട് നടത്തുവാൻ ഞാനില്ലേ? പ്രേമ ഉദ്യോഗത്തോടെ ചോദിച്ചു. അവൾ ചട്ടുകം അടുക്കളത്തിണ്ണമേൽ വെച്ചു. വിയർപ്പ് തുള്ളികൾ മുഖത്തുകൂടി ഒഴുകി. നിനക്ക് ഒരു സങ്കുചിത മനസ്സാണുള്ളത്, അയാൾ പറഞ്ഞു. ആയിരിക്കാം, അവൾ പറഞ്ഞു. ആ നിമിഷത്തിൽ ഫോൺ ശബ്ദിച്ചു.
അയാൾ ധൃതിയിൽ അതെടുത്ത് ഹലോ എന്ന് പറഞ്ഞു. ജന്മദിനമോ? അത് ഞാൻ ഓർമ്മിച്ചില്ല. അതൊന്നും വേണ്ട, എനിക്ക് വേണ്ടി ഇങ്ങനെ ബുദ്ധിമുട്ടരുത്. ശരി ശരി, നിർബന്ധമാണെങ്കിൽ മൃത്യുഞ്ജയ ഹോമം കഴിച്ചുകൊള്ളൂ. എനിക്കതിലൊന്നും വിശ്വാസമില്ല, അയാൾ ഫോണിലൂടെ പറഞ്ഞു. ടീച്ചർ അല്ലേ? അവൾ ചോദിച്ചു. അതെ, നാളെ എന്റെ പിറന്നാളാണെന്ന് പറഞ്ഞു. ഞാൻ ഓർമ്മിച്ചില്ല, നീയും ഓർമ്മിക്കുകയുണ്ടായില്ല. അവർക്ക് അമ്പലത്തിൽ പോവണം. എന്റെ പേരിൽ ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തണം. പായസത്തിന് ഷീട്ട് കൊടുത്തിട്ടുണ്ട്, അതെടുത്ത് ഇതിലേ വരുമെന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല. ശ്രീനിവാസൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. നാളെ ആ അസത്യനെ ഞാൻ വീട്ടിൽ കയറ്റില്ല. ഒരു പിറന്നാളായിട്ട് ആ അസത്യനെ വീട്ടിൽ കയറ്റുന്നത് എനിക്ക് ഇഷ്ടമല്ല, പ്രേമ പറഞ്ഞു. നിന്റെ യഥാർത്ഥ സ്വഭാവം പത്രക്കാർക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ല. ഞാനൊരു ചെകുത്താനും നീയൊരു മാലാഖയുമാണെന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്, അയാൾ പറഞ്ഞു. ചിരിക്കുമ്പോൾ ഒരു വശത്തെ എഴുത്താണിപ്പല്ല് ആ ചിരിയുടെ ആകർഷകത്വം കെടുത്തി. അത് ഇമവെട്ടാതെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പ്രേമയ്ക്ക് തോന്നി തന്റെ ഭർത്താവ് ഒരു ചെകുത്താനാണെന്ന്. ഡ്രാക്കുളയുടെ മുഖഛായ. ഒരു നടനാവാൻ നിങ്ങൾക്ക് കഴിയും, പക്ഷേ ഒരു താരമാവാൻ നിങ്ങൾക്ക് കഴിയില്ല. അത്രയ്ക്ക് സൗന്ദര്യം നിങ്ങൾക്കില്ല, പ്രേമ പറഞ്ഞു. അയാൾ പൊട്ടിച്ചിരിച്ചു. എനിക്ക് പെൺകുട്ടികൾ എഴുതുന്ന പ്രേമലേഖനങ്ങൾ ഞാൻ നിനക്ക് കാണിച്ചു തരാം. മമ്മൂട്ടിക്കും മോഹൻലാലിനും കിട്ടുന്ന അത്ര കത്തുകൾ എനിക്കും ആരാധികമാരിൽ നിന്നും കിട്ടാറുണ്ട്. നിനക്കതൊന്നും അറിയില്ലെന്നുണ്ടോ? പ്രേമ സാരിത്തുമ്പുകൊണ്ട് കണ്ണുകൾ തുടച്ചു. ജനലിൽ കൂടി നോക്കിയപ്പോൾ മഞ്ഞക്കുടയും ചൂടി നിരത്തിൽ കൂടി നടന്നു വരുന്ന ടീച്ചറെ അവൾ കണ്ടു. എനിക്ക് ജീവിതം തന്നെ മടുത്തു, അവൾ പറഞ്ഞു.